ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോട് അടുക്കുകയാണ്. തീരത്തിന് 25 കിലോമീറ്റർ അകലെ വെച്ച് കാറ്റ് ദുർബലമാകും എന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ സൂചനകൾ. നാളെ 5 ജില്ലകളിൽ ശക്തമായ കാറ്റ് വീശും. 5 ജില്ലകളിലും പുതുച്ചേരി, കാരക്കൽ മേഖലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് 54 വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ ആന്ധ്ര, തമിഴ്നാട് സർക്കാരുകൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് നൽകും. മനേഷ്, എന്താണ് പുതിയ വിവരങ്ങൾ? ഈ കാറ്റിന്റെ കേന്ദ്രഭാഗം തീരത്തേക്ക് എത്തില്ല, അത് കടലിൽ തന്നെ തുടരും. അതുകൊണ്ട് നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ ഒരു 60-80 കിലോമീറ്റർ വേഗത്തിൽ തീരത്ത് കാറ്റടിക്കുമെന്നൊരു ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. അത്രയും ആശങ്ക വേണ്ട, കുറച്ച് ജാഗ്രതയോടെ ഇരുന്നാൽ മതി എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത്, അതായത് വടക്കൻ തമിഴ്നാടിന്റെ തീരങ്ങൾ, പുതുച്ചേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ കാറ്റെത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പാണ് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം ചെന്നൈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടറായിട്ടുള്ള അമുദ പറയുന്നത്. അവർ പറയുന്നത് തീരത്തു നിന്നും 25 കിലോമീറ്റർ അകലെ വരെ മാത്രമാണ് കാറ്റെത്തുക. അതിന്റെ മധ്യഭാഗം കടലിൽ തന്നെ തുടരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ 60 മുതൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കര തൊടും എന്നുള്ളൊരു ആശങ്ക നിലവിലില്ല. പക്ഷേ 5 ജില്ലകളിൽ, ചെന്നൈ ഉൾപ്പെടെയുള്ള 5 ജില്ലകളിൽ നാളെ ഏകദേശം പകൽ സമയങ്ങളിൽ മുഴുവനായും ഒരു ഏകദേശം വൈകുന്നേരം സമയം വരെ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാനുള്ള ഒരു സാധ്യത, അതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഈ 5 ജില്ലകളിലുള്ള ആളുകൾ എന്തായാലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കണം. നേരത്തെ നടത്തിയിരുന്ന രക്ഷാപ്രവർത്തനങ്ങളെല്ലാം, അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം തന്നെ തുടരണം. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ എന്തായാലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. എന്തായാലും കര തൊടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. 25 കിലോമീറ്റർ അകലെ വരെ മാത്രമാണ് കാറ്റെത്തുക. പക്ഷേ അതിന്റെ മധ്യഭാഗം അവിടെ തന്നെ തുടരും. പിന്നീട് അത് ദുർബലമാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നാഗപട്ടണം പോലുള്ള മേഖലകൾ, കാരക്കൽ, നാഗപട്ടണം, അതുപോലെ തന്നെ രാമനാഥപുരം പോലുള്ള മേഖലകളിൽ അതീവ ശക്തിയായ കാറ്റ് ഇന്നിപ്പോൾ വൈകുന്നേരം മുതൽ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല കടൽക്ഷോഭവും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ, അതായത് കരയിൽ നിർത്തിയിട്ടിരുന്ന ബോട്ടുകൾക്കെല്ലാം തന്നെ നാശം സംഭവിച്ചിട്ടുണ്ട്. കാർഷിക വിളകൾ നശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ തമിഴ്നാടിന്റെ വിവിധ മേഖലകളിലുണ്ട്. ഇന്നിപ്പോൾ 5 ജില്ലകളിൽ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് ഇനിയും പിൻവലിച്ചിട്ടില്ല. ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ്. അപ്പോൾ രാത്രി മുഴുവനും ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ അലർട്ടുകൾ എന്തായാലും തുടരുന്ന ഒരു നിലയുമുണ്ട്. പുതുച്ചേരിയിലേക്ക് പോയാൽ പുതുച്ചേരിയിൽ റെഡ് അലർട്ട്, പുതുച്ചേരിയിലും കാരക്കലിലും റെഡ് അലർട്ട് തുടരുന്നു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പുതുച്ചേരിയിലുമുണ്ട്. ആന്ധ്രയിലാണെങ്കിലും രായലസീമയിലാണെങ്കിലും ഒക്കെ സമാനമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ കര കടക്കില്ല എന്നുള്ള ഒരു കാര്യം വന്നതുകൊണ്ടല്ലേ ആന്ധ്രയിലും രായലസീമയിലേക്കുമൊക്കെ കാറ്റിന്റെ പ്രഭാവം എത്തുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയിപ്പോൾ വരേണ്ടതുണ്ട്. എന്തായാലും തമിഴ്നാട് തീരത്തേക്ക് 80 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റടിക്കും എന്നുള്ളതാണ്. അത് തമിഴ്നാട്, ചെന്നൈ ഉൾപ്പെടെ, ചെന്നൈ, ചെങ്കൽപ്പേട്ട് തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ ആ കാറ്റിന്റെ പ്രഭാവം ഉണ്ടാവുക. മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് മനീഷ് സംസാരിക്കുമ്പോൾ മഴയുടെ ഒരു ഇരമ്പം കേൾക്കുന്നുണ്ട്. കാര്യമായി മഴ പെയ്യുന്നുണ്ട് രാവിലെ മുതൽ അല്ലേ ചെന്നൈയിൽ പലയിടത്തും? വിജയകുമാർ, രാവിലെ മുതൽ ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ഏകദേശം 3 മണിക്ക് ശേഷമാണ് ചെന്നൈയിൽ മഴ തുടങ്ങുന്നത്. അത് ഇനിയും വിട്ടിട്ടില്ല. ശക്തമായ മഴ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നിർത്താതെയുള്ള മഴ പെയ്യുന്നുണ്ട്. അത് ശക്തിയുള്ളതല്ല. പക്ഷേ മഴ കൃത്യമായി തന്നെ 3 മണി മുതൽ ഇപ്പോഴും ഈ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ശക്തമായ മഴ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനൊപ്പം തന്നെ കാറ്റിന്റെ ഒരു വേഗം, അത് നമ്മൾ നേരത്തെ പട്ടണപ്പാക്കത്തും അതുപോലെ തന്നെ മറീന ബീച്ചിലും ഒക്കെ പോയ സമയത്ത് നമ്മൾ അനുഭവിച്ചതാണ്. ആ രീതിയിലുള്ള ശക്തമായ കാറ്റ് ഇപ്പോൾ തന്നെ വീശുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമായി ഒരു 80 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റടിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ കടലോര മേഖലയിലുള്ള ആളുകൾ, അവിടെയുള്ള ഈ പറഞ്ഞ കടകൾ, ഈ ബീച്ചുകളിലുള്ള കടകൾ, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഒരു പക്ഷേ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ രീതിയിൽ കൂടി ഇനിയിപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 80 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ്, കാരണം അത് സെൻട്രൽ പകുതി, മധ്യപകുതി എന്ന് പറയുന്ന നമ്മുടെ ഈ കാറ്റിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് കടലിൽ തന്നെ തുടരും എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള വലിയ തോതിൽ കാറ്റടിച്ച് കയറും എന്നുള്ളൊരു ആശങ്കയില്ല. പക്ഷേ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 14 NDRF സംഘങ്ങളെ ഇതിനകം തന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും. SDRF സംഘങ്ങൾ എല്ലാ ജില്ലകളിലും സജ്ജരായി നിൽക്കുന്നു. ആ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നേരിടാൻ സജ്ജമാണ് തമിഴ്നാട് എന്നുള്ളത് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പുതുച്ചേരിയും സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ പുലർച്ചെ കരതൊടും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും അതിപ്പോൾ കരതൊടില്ല എന്നുള്ളൊരു വളരെ
വളരെ സുപ്രധാനമായ ഒരു വിവരം വരുന്നുണ്ട്. അത് 25 കിലോമീറ്റർ ദൂരെ വരെ മാത്രമേ വരികയുള്ളൂ എന്നും പറയുന്നു. ശ്രീലങ്കയിൽ രൂക്ഷമായ പ്രതിസന്ധി തുടരുകയാണ് വിജയകുമാർ. അതായത് ഇപ്പോൾ 130-ലേറെ മരണമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 150-ലധികം ആളുകളെ കാണുന്നില്ല. ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിൽ 80 NDRF സേനാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർ അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ INS കപ്പലുകൾ അവിടെ എത്തിയിരുന്നു. റിലീഫ് പ്രവർത്തനങ്ങൾ മാത്രമല്ല, അവിടെ രക്ഷാപ്രവർത്തനത്തിലേക്ക് കൂടി അവർ കടന്നിട്ടുണ്ട്. 2 ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിലും അവിടെയുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം 20 ജില്ലകൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് പലയിടങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ആ രീതിയിലാണ് ഈ പറഞ്ഞ ടിറ്റുവ ചുഴലിക്കാറ്റ് അവിടെ നിന്നും ഈ തമിഴ്നാട് തീരത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഊർജിതമായി നടത്തി. പക്ഷേ എന്തായാലും ഇപ്പോൾ നിലവിൽ കാറ്റ് കര തൊടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.